Dear students, today we will discuss about C programming lab for complementary papers. Okay. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ആൻഡ് റിവേഴ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്യുക. ആ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഡിജിറ്റുകളുടെ സമ്മ്, ഓരോ ഡിജിറ്റ് എടുത്ത് അതിൻ്റെ സമ്മ് കാണും. ഓക്കെ, ആഡ് ചെയ്യുക. സെപ്പറേറ്റ് ഓരോ ഡിജിറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സമ്മ് കിട്ടുന്നതെന്ന് നോക്കാം. കൂടാതെ ആ എൻ്റർ ചെയ്ത നമ്പറിൻ്റെ റിവേഴ്സും കൂടെ കാണണം. ഓക്കെ, സം ഓഫ് ഡിജിറ്റ്സ് ആൻഡ് റിവേഴ്സ് ഓഫ് എ നമ്പർ. ടെർബോ സിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ടെർബോ C++. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻവയോൺമെൻറ്റ്. അതിൽ ഓൾറെഡി ചെയ്ത് വെച്ച പ്രോഗ്രാംസ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ് IO.h എന്ന് പറഞ്ഞത്. ഇതൊരു ഹെഡർ ഫയലാണ്. അതുപോലെ conio.h വേറൊരു ഹെഡർ ഫയൽ. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിലുള്ള ഫയൽസ് ഇല്ല ഫംഗ്ഷൻസ് ഒക്കെ റൺ ചെയ്യണം. അപ്പോൾ അത് റൺ ചെയ്യാനുള്ള ബേസിക് ഹെഡർ ഫയൽസ് നമ്മൾ ആഡ് ചെയ്യണം. അത് printf, scanf, if, while ഇതൊക്കെ ഓരോ ഫംഗ്ഷൻസാണ്. ഈ ഫംഗ്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയൽസ്, ലൈബ്രറി ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുക്കുന്നത്. ദെൻ വേറൊന്നാണ് മെയിൻ. ഈ മെയിൻ മെത്തഡാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആവില്ല. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മെയിനിൽ നിന്നാണ്, മെയിൻ മെത്തേഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് മെയിൻ മസ്റ്റാണ്. അതിനുശേഷം 1 by 1 ആയിട്ട് ടോപ്പ് ടു ബോട്ടം ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യും. നോക്കാം. ഇൻഡ് നം സം ഈക്വൽ ടു 0, n r റിവേഴ്സ് ഈക്വൽ ടു 0. ഇവിടെ നമ്പർ ഫസ്റ്റ് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പറിനാണ് നം എന്നുള്ള വേരിയബിൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സമ്മ് കാണണ്ടേ, അതിലെ ഡിജിറ്റുകളുടെ സമ്മ് കാണണം. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് വാല്യൂ സമ്മിൽ 0 ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ n എന്നുള്ളൊരു നമ്പർ, അതൊരു നമ്പർ നമുക്ക് റീഡ് ചെയ്ത് വെക്കും. കാരണം ഒരു നമ്പർ 2 തവണ നമുക്ക് നമ്പർ ആക്സസ് ചെയ്യണം. ഒന്ന് സമ്മിന് വേണ്ടിയിട്ടും വേറൊന്ന് റിവേഴ്സ് കാണണം. അപ്പോൾ അതിന് വേണ്ടി അത് കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ് n എന്നുള്ള ഒരു വേരിയബിൾ. r എന്ന് ഉദ്ദേശിച്ച റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് r. റിവേഴ്സ് എന്ന് പറയുന്നത് നമ്പറിന്റെ റിവേഴ്സ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് REV, റിവേഴ്സ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്ലിയർ സ്ക്രീൻ ചെയ്തതിനു ശേഷം പ്രിന്റഫിൽ എൻ്റർ ദ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യാം. 263 എന്നുള്ള നമ്പർ ഞാൻ എൻ്റർ ചെയ്തു. ഈ നമ്പറാണ് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്തത്. ഇത് എവിടെ സ്റ്റോർ ചെയ്യും? ഇതാ ഇവിടെ ഈ നം എന്നുള്ള ഒരു വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്തു. ഒരു ഇൻറ്റിജർ നമ്പർ, ഇൻ്റലെ കൊടുത്തുള്ള നം മറ്റേ സ്റ്റോർ ചെയ്തു. ദെൻ സ്റ്റോർ ചെയ്ത നമ്പറിന് ഓട്ടോമാറ്റിക് ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്തു. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു നം. അപ്പോൾ നം എന്നുള്ളതിലുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ അതുപോലെ നം n എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. ദെൻ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, വൈൽ ലൂപ്പ്. വൈൽ n, that is എന്നിലൊരു വാല്യൂ ഉണ്ടെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് ട്രൂ എന്റെ കേസാണ് വർക്ക് ചെയ്യുക. ട്രൂ, that is n ഇതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലൂപ്പിന്റെ അകത്തോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഈ ലൂപ്പിന്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ആയി ഇനി എക്സിക്യൂട്ട് ചെയ്യാം. that is r is equal to n mod 10. എന്നിലെ വാല്യൂ എന്തായിരുന്നു? ഫസ്റ്റ് എന്നിലെ വാല്യൂ 263. ഇതാ ഈ മുകളിലെ ഈ ഒരു വാല്യൂ ആണ് 263 എന്ന വാല്യൂ ആണ് എവിടെ ഉണ്ടായിരുന്നത്? എന്നിൽ ഉണ്ടായിരുന്നത്. n mod 10 എന്ന് പറഞ്ഞാൽ n എന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം റിമൈൻഡർ എന്താണ് കിട്ടുക? അതാണ് r ആണ് സ്റ്റോർ ചെയ്യുക. r is equal to n mod 10. സോ റിമൈൻഡർ ആണ് സ്റ്റോർ ചെയ്യുക അല്ലേ? എന്നിൽ എന്ന വാല്യൂ ഉണ്ട് 263, അല്ലേ? 263 വാല്യൂ. അപ്പോൾ 263 ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 10 ചെയ്തതിനു ശേഷം റിമൈൻഡർ എന്ത് ചെയ്യണോ അതാണ് ആറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക? റിമൈൻഡർ കിട്ടുന്ന 3 ആയിരിക്കും കിട്ടുക. 3 എന്ന് പറഞ്ഞ നമ്പർ എവിടെ സ്റ്റോർ ചെയ്യും? 6 എന്ന ലെറ്ററിൽ സ്റ്റോർ ചെയ്തു. ക്ലിയർ അല്ലേ? ദെൻ 6 എന്ന നമ്പറിലാണ് സ്റ്റോർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ ഇവിടെ n is equal to n divided by 10. സോ ഈ എന്നിന്റെ വാല്യൂ എത്രയായിരുന്നു? 263 ആണ് ഈ വാല്യൂ. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ ആണല്ലേ. n ഈക്വൽ ടു ഇവിടെ ഇൻറ്റിജർ കൊടുത്തിട്ടില്ലേ? n is equal to, that is n ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് തന്നെ 26 എന്നാണ് വാല്യൂ കിട്ടുക. 0.3 കിട്ടില്ല. ഓക്കെ, സോ 26 എന്നുള്ള നമ്പർ എവിടെ സ്റ്റോർ ചെയ്യും? എന്നിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? ദെൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് r. ഈ r എന്ന വാല്യൂ എത്രയാ? r എത്ര? ഇവിടെ 3 ആണല്ലേ? r 3 ആണ്. അപ്പോൾ 3 പ്ലസ് സം ഇവിടെ എത്രയാ? ഇവിടെ 0 കൊടുത്തിട്ടുണ്ട്. 3 പ്ലസ് 0 that is 3 എന്ന് സ്റ്റോർ ചെയ്യും. അവിടെ സമ്മിൽ സ്റ്റോർ ചെയ്യും. സമ്മിൽ 3 എന്ന് സ്റ്റോർ ചെയ്തു. സോ ഫസ്റ്റ് ഇറ്ററേഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഈ വാല്യൂ കിട്ടിയ ശേഷം വീണ്ടും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വരും. വൈൽ n എത്രയാ? എന്നിന്റെ വാല്യൂ 26 ആണ് അല്ലെ? പോസിറ്റീവ് നമ്പർ ആണല്ലോ ഉണ്ട്. അപ്പൊ വീണ്ടും ഈ ലൂപ്പിലോട്ട് തന്നെ എൻ്റർ ആവും. r is equal to n mod 10. 26 mod 10 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്താ കിട്ടുക? റിമൈൻഡർ കിട്ടുന്ന വാല്യൂ 6 ആണ് റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. അത് 6 എന്നവിടെ 6 കിട്ടും. Then ഈ n is equal to n by 10.
ദാറ്റ് ഈസ് 26 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ പാർട്ട് എത്ര സ്റ്റോർ ചെയ്ത് കിട്ടുക 2 ആണ് സ്റ്റോർ ചെയ്യുക ഇൻഡിജർ വാല്യൂ. ഓക്കെ അല്ലേ? ദെൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ആർ. ഓൾറെഡി സം എത്ര ഉണ്ട് 3 ആണ്. ഇവിടെ എന്താ സ്റ്റോർ ചെയ്ത് 6 അതിലേക്ക് ആഡ് ചെയ്യണം. 6 എത്രയാ ഇവിടെ 6 ആണ് 6 എന്നാണ് അല്ലേ? അപ്പോൾ 3 പ്ലസ് 6 എത്ര കിട്ടും 9 സ്റ്റോർ ചെയ്യും. എവിടെയാ സമ്മിൽ എന്ത് കിട്ടി 9 സ്റ്റോർ ചെയ്ത് കിട്ടി. ക്ലിയർ അല്ലേ? സെക്കൻഡ് ഇറ്ററേഷൻ കംപ്ലീറ്റ് ആയി. ദെൻ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും വൈൽ എൻ എന്നിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ ഇതാ 2 ആണ് എന്റെ വാല്യൂ അല്ലേ? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും ഇത് എക്സിക്യൂട്ട് ചെയ്യും. r is equal to n mod 10. n എത്രയാ n 2 ആണ്. 2 mod 10 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക 2n കിട്ടുക അല്ലെ? 2 mod 10 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ സ്റ്റോർ ചെയ്യുക എന്താണ് 2n സ്റ്റോർ ചെയ്യുക അല്ലെ? 2 സ്റ്റോർ ചെയ്യും. ദെൻ n is equal to n divided by 10. എന്നിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ 2 ആണ് ഓൾറെഡി ഉള്ളത് അല്ലെ? 2 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുക 0.2 ആണ്. പക്ഷെ ഈ n ഉള്ളത് എന്താണ് ഇൻഡിജർ വാല്യൂ ആണ് അല്ലെ? അതുകൊണ്ട് എന്താ സ്റ്റോർ ചെയ്യുക 0 എന്നേ അവിടെ സ്റ്റോർ ചെയ്യുള്ളൂ. ക്ലിയർ 0 സ്റ്റോർ ചെയ്യും. ദെൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ആർ. ഓൾറെഡി സം എത്ര ഉണ്ട് 9 ഉണ്ട് അല്ലെ? അതിനോട് കൂടെ എന്താ ആഡ് ചെയ്യും ഈ r ആഡ് ചെയ്യും. r എത്ര ഇവിടെ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 9 എത്ര കിട്ടും 11 എന്നുള്ളത് അവിടെ സ്റ്റോർ ചെയ്യും സമ്മിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യും വൈൽ n ഗ്രേറ്റർ ദാൻ 0 ആണോ കണ്ടോ? ഈ n ന്റെ വാല്യൂ ഇപ്പൊ എത്രയാ 0 ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഈ ലൂപ്പിലോട്ട് ഇനി എക്സിക്യൂട്ട് ആവില്ല അല്ലെ? ഗ്രേറ്റർ ദാൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് വരിക. വൈൽ എൻ പോസിറ്റീവ് നമ്പർ ആയിരുന്നെങ്കിൽ മാത്രമേ ഈ വൈലിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവുള്ളൂ. സോ അതോടുകൂടെ എന്ത് ചെയ്യും ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും. ഇവിടെ വരും ദാറ്റ് ഈസ് സം ഓഫ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് എന്താ പ്രിന്റ് ചെയ്യുക സം എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെ സം ഇപ്പൊ എത്ര ഉള്ളത് ഇപ്പോൾ മാക്സിമം സം ഇപ്പൊ എത്ര വന്നുള്ളത് 11 ഇവിടെ പ്രിന്റ് ചെയ്യും ദാറ്റ് ഈസ് 11. ഓക്കെ. ഇതൊന്ന് വാല്യൂ ആഡ് ചെയ്ത് നോക്കി 6 പ്ലസ് 2 പ്ലസ് 3 എത്ര കിട്ടും 11 കിട്ടും. ആ 11 ഇപ്പൊ സം കിട്ടി. ഈ എൻ്റർ ചെയ്ത നമ്പറിന്റെ സം ഇവിടെ കിട്ടി. ഏത് നമ്പർ ആയാലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്പർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടത് റിവേഴ്സ് കാണണം അല്ലെ? നോക്കാം താഴെ നെക്സ്റ്റ് കൂടെ നോക്കിയാൽ. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ടത് റിവേഴ്സ് ആണ്. എന്താണ് വൈൽ നം ഈ ഒരു പോയിന്റാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എത്രയായിരുന്നു ഈ നമ്പർ 2 6 3 അല്ലെ? ഇതൊരു നമ്പറിന്റെ ആയിരുന്നു. ഈ നമ്പറിന്റെ റിവേഴ്സ് ആണ് കാണുന്നത്. ഇവിടെ നോക്കാം r is equal to num mod 10. ആറിന്റെ വാല്യൂ എത്ര കിട്ടുക നമ്പർ മോഡ് 10 എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് 3 ആണ് സ്റ്റോർ ചെയ്യുക അല്ലെ? 263 അതിന്റെ 10 കൊണ്ട് നിശേഷം ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം റിമൈൻഡർ എത്ര കിട്ടും 3 ആണ് കിട്ടുക സ്റ്റോർ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് വെച്ചേക്ക് റിവേഴ്സ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് r. ഈ REVയുടെ ഫസ്റ്റ് വാല്യൂ ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നു നമ്മൾ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ഇൻറ്റിജർ അല്ലെ? REV സീക്വൽ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു 0 എന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 എന്നല്ല ഇനീഷ്യലൈസേഷൻ വരിക 0 ഇൻറ്റു ദാറ്റ് ഈസ് 0 ഇൻറ്റു 10 ദാറ്റ് ഈസ് 0 എന്നേ കിട്ടുക. ദെൻ പ്ലസ് r എത്ര ഇപ്പൊ കിട്ടിയത് 3 ആണ് അല്ലെ? അപ്പൊ 3 എന്നുള്ള കണ്ടന്റ് എവിടെ സ്റ്റോർ ചെയ്യും ഈ REV എന്ന് പറഞ്ഞ റിവേഴ്സ് എന്നുള്ള ഈ ഒരു വേരിയബിൾ എന്ത് സ്റ്റോർ ചെയ്യും 3 എന്ന് സ്റ്റോർ ചെയ്യും. കാരണം ഇവിടെ റിവേഴ്സിന്റെ വാല്യൂ എന്തായിരുന്നു REV എന്നുള്ള വാല്യൂ 0 ആയിരുന്നു. 0 ഇൻറ്റു 10 0 പ്ലസ് 3 3 ആ 3 എവിടെ സ്റ്റോർ ചെയ്യും റിവേഴ്സിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ? ദെൻ നം ഇസ് ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. 263 10 കൊണ്ട് ഹരിച്ചാൽ ഈ നം എന്നുള്ള വാല്യൂ എന്തായിരുന്നു ഇൻഡിജർ വാല്യൂ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിജർ വാല്യൂ കിട്ടുള്ളൂ ദാറ്റ് ഈസ് 26 ആണ് അവിടെ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? 26. ക്ലിയർ? ദെൻ നെക്സ്റ്റ് കേസ് നോക്കിയേ ഇതൊന്നുകൂടെ എക്സിക്യൂട്ട് ആവും. കാരണം ഇപ്പൊ നോക്കേണ്ടത് വൈൽ നം എന്ന് പറഞ്ഞ നം എത്രയപ്പോ നമ്മുടെ വാല്യൂ 26 ആണ്. അപ്പൊ എന്ത് ചെയ്യും വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ? വൈലിന്റെ കേസ് എപ്പോഴും ട്രൂ ആണ്, എപ്പോഴും പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. r is equal to num mod 10. നമ്പർ ഇപ്പൊ എത്ര ഉണ്ട് 26 ആണ്. 26നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്ര കിട്ടും റിമൈൻഡർ 6 ആണ് കിട്ടും അല്ലെ? അത് 6 ആണ് നെക്സ്റ്റ് സ്റ്റോർ ചെയ്യുക 6. ഓക്കെ. ദെൻ റിവേഴ്സ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10 പ്ലസ് r. റിവേഴ്സിന്റെ വാല്യൂ ഓൾറെഡി 3 ആണ്. 3 ഇൻറ്റു 10 എത്ര കിട്ടും 30 പ്ലസ് r ഇപ്പൊ എത്രയാണ് അവിടെ ഉള്ളത് r ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തു 6 ആണ് അവിടെ ഉള്ളത്. അപ്പൊ 3 പ്ലസ് 6 എന്ന് പറയുന്നത് കിട്ടി 36 എന്നവിടെ പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. ദെൻ റിവേഴ്സ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10. ഈ റിവേഴ്സ് ഇവിടെ എത്ര വാല്യൂ ഉണ്ടായിരുന്നു റിവേഴ്സ് ഈക്വൽ ടു 3 ആയിരുന്നു വാല്യൂ ഫസ്റ്റ് കേസ്. ഈ 3 ഇൻറ്റു 10 അപ്പൊ 30 കിട്ടി 30. ദെൻ പ്ലസ് r ഇപ്പൊ എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 6 ആണ്. അപ്പൊ 6 പ്ലസ് 30 ദാറ്റ് ഈസ് 36. ഈ 36 എവിടെ സ്റ്റോർ ചെയ്യും റിവേഴ്സ് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? ദെൻ നം ഇസ് ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10.
നമ്പർ എത്രയുള്ളത്? ഓൾറെഡി ഉള്ളത് വാല്യൂ 26 ആണ്. ആ 26 എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 10 ചെയ്തു. അപ്പൊ എന്ത് ആൻസർ കിട്ടും? 2 എന്ന് ആൻസർ കിട്ടും അല്ലേ? ഇൻഡിജർ വാല്യൂ ആണ്, എപ്പോഴും നോക്കണം. ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ട് 2 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ആ 2 അവിടെ സ്റ്റോർ ചെയ്യും, നമ്മിൽ സ്റ്റോർ ചെയ്യും. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. വൈൽ നം ഈസ് ഈക്വൽ ടു പോസിറ്റീവ് നമ്പർ ആണോ? ആണല്ലോ അല്ലേ? 2 എന്നാണ് പോസിറ്റീവ് നമ്പർ. അപ്പോൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. r ഈസ് ഈക്വൽ ടു നം മോഡ് 10. നം മോഡ് 10 എന്ന് പറഞ്ഞാൽ 2 മോഡ് 10. എത്ര സ്റ്റോർ ചെയ്യാം? 2 തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. റിവേഴ്സ് എത്രയുള്ളത് ഇപ്പോൾ? ഇതാ 36 ആണ് റിവേഴ്സിൽ ഇപ്പോൾ ഉള്ളത്. അതിന് ഇൻറ്റു 10 ആണ് എത്ര കിട്ടി? 360, 360 കിട്ടും. ദെൻ പ്ലസ് ആർ എത്രയാ ഇപ്പോൾ കിട്ടിയ? ആർ എത്രയാ? 2. അപ്പോൾ 360 പ്ലസ് 2 362. ഓക്കെ അല്ലേ? ശേഷം നം നോക്കിയേ. നം ഇസ് ഈക്വൽ ടു നം ഡിവൈഡ് ബൈ 10. നമ്പർ ഇപ്പോൾ എത്ര ഉള്ളത്? 2 ആണ്. 2 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.2. പക്ഷെ ഇത് ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ട് എന്തേ കിട്ടുള്ളൂ? ഇൻഡിജർ വാല്യൂ മാത്രമേ റെപ്രസെന്റ് ചെയ്തു. ദാറ്റ് ഈസ് 0.2 0 ആണ് അവിടെ ഇൻഡിജർ. 0 റെപ്രസെന്റ് ചെയ്തു. ശേഷം ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും. വൈൽ നം ഒരു പോസിറ്റീവ് നമ്പർ ആണോ? അല്ല. നമ്പർ ഇപ്പോൾ എത്രയുള്ളത്? 0 ഉള്ളത്. അപ്പോൾ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് ഈക്വൽ ടു 0 ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും? എക്സിറ്റ് ആവും. ഇനി ഇവിടെ വരും പ്രിന്റ് റിവേഴ്സ് ഓഫ് നമ്പർ. ആ നമ്പർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ REV പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. REV എന്ന് പറഞ്ഞതാണ്, ഇതാണ് REV. ഓക്കെ, ഇതിൽ എന്താ ഉള്ളത്? 362. നമ്മുടെ വാല്യൂ എത്രയായിരുന്നു? 263. തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 362 കിട്ടും. അതിന്റെ വാല്യൂ 362. ക്ലിയർ? അത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. 263. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ. സം ഓഫ് ഡിജിറ്റ് ഓഫ് എ നമ്പർ 11. അതുപോലെ റിവേഴ്സ് ഓഫ് എ നമ്പർ 362. അല്ലേ? ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 592. ഓക്കെ, 16 ആണ് സം കിട്ടുന്നത്. റിവേഴ്സ് 295. ഇനി 4 ഡിജിറ്റിലെ നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. ദെൻ 15 ആയിരുന്നു അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് കിട്ടിയത്. 15 അല്ലേ? ഓക്കെ, 15 ആണ്. അതുപോലെ റിവേഴ്സ് ഓക്കെ 7026. ക്ലിയർ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.